നമ്മുടെ വീട്ടിൽ ഇന്ന് ഏകദേശം വർക്കുകളൊക്കെ അതായത് സ്വിച്ചിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പുറത്ത് നമ്മൾ ആകെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത്രയും ഏരിയ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ആകെ കൊടുത്തിട്ടുള്ളത് ഒറ്റ സ്വിച്ച് മാത്രമാണ്. അതായത് ഒരു 2 വേ സ്വിച്ചും ഒരു സാധാ സ്വിച്ചും, അങ്ങനെ 2 സ്വിച്ച് മാത്രമാണ് നമ്മളിവിടെ ആകെ കൊടുത്തിട്ടുള്ളത്. ഇത് കാണാത്ത രീതിയിലാട്ടോ, അത് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് അതേപോലെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ലൈറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇവിടെ ഒരു ലൈറ്റിൻ്റെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 3 റാന്തലിൻ്റെ ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് ഇവിടെ ഒരു റാന്തൽ വരും, അവിടെ ഒരു റാന്തൽ വരും, ഈ ലാസ്റ്റ് ആ ഭാഗത്തോട്ട് റാന്തൽ വരും. മൊത്തം 3 റാന്തലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അത് കയറി വന്നിട്ട് ഇവിടെ നമ്മളിവിടെ ഒരു വയറിങ് കൊടുത്ത്, അതായത് വയറിങ്ങിന് വേണ്ടിയിട്ടുള്ളത് കൊടുത്തിരുന്നു. അത് പിന്നെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇത്രയും വയർ നമുക്ക് പ്ലഗ് ഇവിടെ ആവശ്യമില്ല എന്ന് ഉദ്ദേശിച്ചിട്ട് മാറ്റി വെച്ചു. ഇവിടെ ഇപ്പോൾ നമുക്ക് 1 2 3 4 5 6 7 8 എണ്ണം ആകെ നമ്മുടെ വീട്ടിൽ വരുന്ന ഒറ്റ 2 വേ സ്വിച്ചാണ് ഇത് മാത്രം. വീടിൻ്റെ പുറത്തേക്ക് ലൈറ്റ് ഇടാനുള്ള ഒരൊറ്റ ഓപ്ഷൻ, വേറെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. 2 വേ സ്വിച്ചിൻ്റെ കൊടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ 2 വേ സ്വിച്ച് നിങ്ങൾ ആലോചിക്കുക, ഈ എവിടേക്കാണോ 2 വേ സ്വിച്ചിൻ്റെ വയറുകൾ പോകുന്നത് അത്രയും ഏരിയയ്ക്ക് നമ്മൾ വയർ പിന്നെയും വലിച്ചുകൊണ്ടിരിക്കണം. വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്നും റേറ്റ് പോരാ. അത് ഞാൻ പറഞ്ഞില്ല, പിന്നെയും ഞാൻ പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചാണ്. ഒരുപാട് ഫണ്ട് ഉള്ളവർക്കൊന്നും വിഷയമുള്ള കാര്യമില്ല. ഒരു റോളിന് ഏറ്റവും കുറഞ്ഞ കനം കുറഞ്ഞ ഒരു റോളിന് തന്നെ നമുക്ക് വരുന്നത് 1060 രൂപേൻ്റെ അടുത്ത് ഒരു ബോക്സിന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഒരു ബോക്സ് ഏകദേശം ഒരു 10-15 ബോക്സിൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ നമ്മളിത് പരമാവധി വയറിൻ്റെ കാര്യങ്ങളൊക്കെ ആ ഒരു കാര്യം കൊണ്ട് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമുക്കത് പോയിൻറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് കുറവ് വരും. പിന്നെ ഇവിടെ ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ നമ്മൾ അതേപോലെ ഒരു AC സ്വിച്ച്, പിന്നെ ഒരു പ്ലഗ്, 2-3 ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഈ വീട്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ള 2 ലൈറ്റിൻ്റെ ഓപ്ഷനാണ്. അതിൽ 2ഉം നമ്മൾ ഒന്നേ നമ്മൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് ആ കാണുന്ന പ്ലഗ് എന്ന് പറഞ്ഞാൽ അത് ഫാനിൻ്റെയാണ്, വാൾ ഫാനാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. പിന്നെ ഒരു നമ്മുടെ ഇതിൻ്റെ മേലെ ഇവിടെ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അഥവാ നമ്മൾ ലൈറ്റ് റൂമിലിടാതെ അതിൽ മാത്രം നോക്കി പഠിക്കുകയൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ നമുക്ക് പറ്റിയൊരു ലൈറ്റാണ്. ഒരു വാം ലൈറ്റ് പോലെ അങ്ങനെ നല്ല രസമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലഗ് പോയിൻ്റ് പറഞ്ഞാൽ നമുക്ക് ലാപ്ടോപ്പ്, മൊബൈൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു റൂമിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ കയറി പോവുകയാണെങ്കിൽ ഇവിടെ ഈ ഹാളിൽ ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ ട്യൂബിൻ്റെ എല്ലായിടത്തും നമ്മൾ ട്യൂബായിട്ടാണ് കൊടുക്കുന്നത്. മൊത്തം നമ്മൾ ട്യൂബ് ലൈറ്റാണ് കൊടുക്കുന്നത്. ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്. ഈ പ്ലഗ് പോയിൻ്റ് നമ്മുടെ വാൾ ഫാനിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മളെ ഇതൊരു AC-ൻ്റെ പോയിൻ്റാണ്, അല്ല അത് ട്യൂബിൻ്റെ പോയിൻ്റാണ്. AC-ൻ്റെ പോയിൻ്റ് അവിടെ വരും, ഈ ഭാഗത്ത് വരും. അതിൻ്റെ പോയിൻ്റ് നമുക്ക് അത് പുറത്ത് എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു വാം ലൈറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബേ വിൻഡോൻ്റെ മേലേക്കും ഒരു വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു AC പോയിൻ്റ് കണ്ടിട്ടുണ്ട്. മൊത്തം 2 ബൾബ് ട്യൂബാണ് ഇവിടെ കൊടുക്കാൻ. അതിലൊന്നേ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു AC സ്വിച്ച് ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ തന്നെയാണ് നമ്മൾ എക്സോസ്റ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഹീറ്ററിൻ്റെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഹീറ്ററും ലൈറ്റും എക്സോസ്റ്റും ഇത് 3 തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹീറ്ററിനും AC-ക്കും പിന്നെ നമ്മുടെ സാധാ കറണ്ടിനും അങ്ങനെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 3 ഇത് വരും. എന്താ പിന്നെ പറയുക, DB അല്ലേ, MCB വരും അല്ല. ഈ MCB നിങ്ങൾ വാങ്ങുമ്പോൾ ഒരുപാട് അനാവശ്യമായിട്ടൊന്നും MCB വാങ്ങിക്കൂട്ടണ്ട. ആവശ്യത്തിന് മാത്രം വാങ്ങിയാൽ മതി. ഇതിനൊന്നിന് തന്നെ ഇതിപ്പോൾ റേറ്റ് ഇതിൽ 135 റേറ്റ് കാണുന്നുണ്ട്. അപ്പോൾ ഒരു 80 രൂപേൻ്റെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയ കേട്ടോ. MCB അല്ല, വയറിങ്ങിൻ്റെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് മൊത്തത്തിൽ വയറിങ്ങിൻ്റെ സാധനങ്ങൾ മാത്രം, അതായത് വയറില്ല കേട്ടോ, വയറില്ലാതെ നമുക്ക് സാധനങ്ങൾക്ക് മാത്രം 13,000 രൂപയാണ് ചിലവ് വന്നിട്ടുള്ളത്. നമ്മളിവിടേക്ക് വയർ വാങ്ങിയിട്ടുള്ളത് മൊത്തം നമ്മൾ വാങ്ങിയിട്ടുള്ളത് 25 രൂപേൻ്റെ 25,000 രൂപേൻ്റെ വയറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ നമുക്ക് 25,000 30,000
40,000 രൂപ, അതായത് വയറും എല്ലാം കൂടി കൂട്ടിയിട്ട് കേട്ടോ, വയറ് സ്വിച്ച് എല്ലാതും കൂടി കൂട്ടിയിട്ട് 40,000 രൂപയാണ് നമുക്ക് മൊത്തം ചിലവ് വന്നിട്ടുള്ളത്. പണിക്കൂലീൻ്റെ കാര്യം ഞാൻ എത്രയാവും എന്നുള്ളത് ഞാൻ മൊത്തത്തിൽ നോക്കിയിട്ട് പറയാം. നമ്മുടെ ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് അവൻ കൂലിക്കാണ്, അതായത് ഓരോ ദിവസത്തെ വർക്കിനനുസരിച്ചാണ് അവന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാനു എന്ന് പറയുന്ന കൂട്ടുകാരൻ തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്ത് തരുന്നത്. ഇത് നമ്മളിവിടെ കോണിപ്പടി കയറുന്നിടത്ത് ഇവിടെ നമ്മളൊരു 4 പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് മേലേക്കുള്ള, അതായത് നമ്മുടെ ബാൽക്കണി ഇവിടേക്ക് കയറുമ്പോഴുള്ള ലൈറ്റാണ് ഈ ഇത് കൊടുത്തിരിക്കുന്നത്. അവിടെ മാത്രമേ 2 വേ സ്വിച്ച് കൊടുത്തു. ഈ 2 വേ സ്വിച്ച് നമുക്ക് വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് ഓൾറെഡി നമ്മൾ വയർ പെട്ടി പൊട്ടിച്ചുകൊണ്ട് പിന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ, അതെല്ലാവരും ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ വയറൊക്കെ എടുത്തിട്ട് ഇവിടെ നമ്മളൊരു പ്ലഗ് പോയിൻ്റ് ഒരു സ്വിച്ച് കൊടുത്തു മേലേക്കുള്ള. പിന്നെ നമുക്ക് ഇതിൽ കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് പിന്നെ നമ്മൾ ഇവിടെ ഒരു പൂജ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു പ്ലഗ്. പിന്നെ ഇവിടെ ഒരു സീലിംഗ് വാം ലൈറ്റ്, അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ നമ്മുടെ തുണിക്കടയിലൊക്കെ ഉണ്ടാവില്ലേ, അതേപോലത്തെ ഒരു വാം ലൈറ്റ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ചിത്രം വയ്ക്കുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ അടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ ഒരു സീലിംഗ് ആയിരുന്നു നമ്മുടെ മൊത്തത്തിൽ ഉദ്ദേശം, അതായത് ഈ കോണി നമ്മൾ ഈ ഭാഗത്തേക്കായിരുന്നു ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള കാരണം ഉണ്ടായത്. പിന്നെയാണ് നമ്മൾ അവിടേക്കൊരു നടപ്പാത മൊത്തത്തിൽ കൊടുത്തത്. ഇവിടെ ഒരു വാൾ ഫാനിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള എന്താ പറയുക, DB MCB ഇതൊക്കെ വരുന്ന ഏരിയ. ഇതിൽ ഇവിടെ ഒരു വാഷ് ബേസിനാണ് വരിക, ഒരു ചെറിയൊരു സാധാരണ ഒരു വാഷ് ബേസിൻ. ഇവിടെ നമ്മൾ പുല്ല് വരാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ ഒരു TV യൂണിറ്റ് ഉണ്ട്. TV യൂണിറ്റാണ് ഈ കാണുന്നത്. TV യൂണിറ്റിലുള്ള കറണ്ട് ഇവിടെ വയറിങ്ങനെ വലിച്ചിട്ടിട്ടുണ്ട്. അത് ഇനി ഭാവിയിൽ നമുക്ക് അതിൽ പ്ലഗും കാര്യങ്ങളൊക്കെ വരാനും വേണ്ടിയിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിൽ ഇവിടെ ഒരു മൊത്തത്തിൽ 4 സ്വിച്ച് വരും, അതായത് 4 സ്വിച്ച് ഒരു പ്ലഗും വരും. അതിലൊരു AC പോയിൻ്റ് ഉണ്ട്. ഇവിടെയും നമുക്കൊരു പ്ലഗ് പോയിൻ്റ് ഉണ്ട്. നമ്മളെ ഇവിടെ ഈ ബേ വിൻഡോയ്ക്ക് എല്ലാത്തിനും നമ്മൾ ഓരോ പ്ലഗ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ AC സ്വിച്ച് ഈ ഭാഗത്താണ്. ഇതിൻ്റെ എല്ലാം നമ്മളിവിടെ അതിൻ്റെ ഹീറ്ററിൻ്റെ ഒക്കെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിൻ്റെ സ്വിച്ചാണ്. അങ്ങനെ 2 പ്ലഗ് പോയിൻ്റ്. പിന്നീട് നമുക്ക് ഇതൊക്കെയാണ്, അതായത് എല്ലാ റൂമിലും 2 ലൈറ്റേ ഉള്ളൂ, അനാവശ്യ ലൈറ്റുകളൊന്നുമില്ല, ഒക്കെ ട്യൂബ് ലൈറ്റാണ് കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം നമ്മളിവിടെ വാഷ് ബേസിൻ വിചാരിച്ചിരുന്നു, അത് നമ്മൾ ആ ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ട് ഇനി അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇവിടെ ഒരു മിക്സിയുടെ ഒരു പ്ലഗ് ഇത് കൊടുത്തിട്ടുണ്ട്, പ്ലഗ് പോയിൻ്റ്. അത് പവർ പ്ലഗാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഫ്രിഡ്ജിൻ്റെ പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജ് ഈ ഒരു ഏരിയ മൊത്തം കവർ ചെയ്ത് വരും. ഇവിടെ ഒരു സാധാ ഒരു പ്ലഗ് പോയിൻ്റ്, നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ഇവിടെ കുത്തിയിട്ട് ഇവിടെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. അതുപോലെ ഇത് മോട്ടറിൻ്റെ സ്വിച്ചാണ്. ഇവിടെയാണ് മോട്ടറിൻ്റെ സ്വിച്ച് വരിക. ഇത് നമ്മുടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഏരിയ. വാഷിംഗ് മെഷീൻ ഈ ഒരു ഏരിയ കവർ ചെയ്ത് പോകും. ഇതിൻ്റെ കവറിങ് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു സ്വിച്ചിന് നമുക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 4 രൂപയാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർ തള്ളുണ്ടാവും, അതായത് എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം, വില കുറഞ്ഞ സാധനമൊക്കെ കൊണ്ട് കയറ്റേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കും. നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് എക്സ്പെൻസ് വേണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ കവർ വരുന്നത്. ഇത് കവർ കാണിക്കാനും വേണ്ടി ഇട്ടുന്നുള്ളൂ, പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ മൊത്തം ഇട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ കവറ്. കവറിനൊക്കെ റേറ്റ് വേറെ വരും കേട്ടോ. ഇത് നമുക്ക് പലരും ചോദിക്കും 4 റുപ്യക്ക് സ്വിച്ച്. ഇവിടെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇതിനൊരു 20 രൂപ 22 രൂപ ആ റേഞ്ചൊക്കെ കൊടുക്കണം. നല്ല വൃത്തിയുണ്ടല്ലേ കാണാൻ, അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ വേറെ ഇപ്പോൾ കാണിച്ചു തരേണ്ട ഇവിടെ ഒരു എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് കൊടുക്കാനുള്ള ഏരിയയാണ്. നമ്മുടെ ഓപ്പൺ കിച്ചണിൽ മോഡുലാർ കിച്ചൺ ചെയ്തതാണ്. മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് പൈസ കൊടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. നമ്മൾ തന്നെ പ്ലാനിൽ നമ്മൾ ചെയ്ത വർക്കാണ്. ഏതൊരു എക്സോസ്റ്റ് ഇതിലാണെങ്കിലും മോഡുലാറിലാണെങ്കിലും ഇതേപോലെ തന്നെ എക്സോസ്റ്റ് തന്നെയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. അത് കാണുമ്പോൾ കുറച്ച് ഭയങ്കര ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് മാത്രം. ഇത് നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഒരു ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അതിനെന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, പോസിറ്റീവായിട്ടുള്ളവരും അറിയിക്കുക.
കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് ഓരോ കാര്യങ്ങളിലും മോട്ടിവേഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഇതിൽ നല്ല കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോപ്പി ചെയ്യാനും പറ്റും. അതായത് താല്പര്യമുള്ളവർക്കൊക്കെ വീട്ടിൽ ചെയ്യാനും പറ്റും. ഇത് നമ്മൾ വീട് പണി നടക്കുന്ന സമയത്ത് തന്നെ ഇത് കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വയറിങ്ങിൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക. ഒരുപാട് നിങ്ങൾ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ഈ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. താങ്ക് യു.